അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എക്സാംസിന് ഏത് ടോപ്പിക്സ് ആണോ ആ എക്സാമിനുള്ളത് ആ ടോപ്പിക്സ് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ടെൻഷൻ തീരെ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ടെൻഷൻ തീരെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മിനിമം ലെവൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലെവലിൽ ടെൻഷൻ വേണം. പക്ഷെ അതൊരിക്കലും എനിക്ക് തോന്നുന്നത് ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പം ഫോമുല നമ്മൾ മെക്കാനിക്കലി റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കരുത്. എന്താണ് ആ ഫോമുല എന്നറിയാതെ, അത് എങ്ങനെ വന്നു എന്നറിയാതെ, അല്ലെങ്കിൽ അതിൽ ഓരോ ടേമും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നറിയാതെ വെറുതെ ഒരു ഫോമുല ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്കും സത്യം പറഞ്ഞ തുടക്കത്തിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക. പക്ഷേ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതായത് പൊട്ടത്തരായി പോവോ അങ്ങനെ ഒരു വിചാരമേ വേണ്ട. കാരണം നമ്മൾ ചോദിക്കുന്ന എന്ത് ചെറിയ ഡൗട്ടാണെങ്കിലും, എത്ര നിസ്സാരമായിട്ടുള്ള ഡൗട്ടാണെങ്കിലും അത് വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടുത്തെ എല്ലാ പ്രോസസ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ശരിക്കും പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ബുക്ക് എടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും താഴോട്ട് പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെവൽ കൂട്ടി പോയാൽ മതി. ഇപ്പോൾ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഒന്ന് ലാസ്റ്റിലേക്ക് ചെയ്താൽ മതി. അത് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. അവസാനത്തേക്കാണെങ്കിലും അത് ചെയ്യണം. പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. ഇതേ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പാലാ ക്യാമ്പസിൽ നിന്നും ഇന്ന് ഇതേ കോഴിക്കോട് സെൻറ്ററിൽ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതേ നമ്മുടെ ഈ നടുമധ്യത്തിലിരിക്കുന്ന ആൾ, നിങ്ങൾക്ക് എല്ലാം വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. 2023 നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരുപാട് റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരുപാട് റാങ്ക് കിട്ടുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഓൾ ഇന്ത്യ ഗേൾസിൽ റാങ്ക് 3, ഓൾ ഇന്ത്യ റാങ്ക് 23, കേരള റാങ്ക് 1. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് നമ്മുടെ ആര്യ RS. ആര്യയെ കണ്ടു എന്ന് മാത്രമല്ല, ആര്യയെ കാണാൻ, ആര്യയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ, അതായത് 2026 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ദേ ഓടി വന്നു. അതിലെ മിടുക്കന്മാരാണ് ദേ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവർ തന്നെ പറയും. 4-5 പേര് ദേ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവരെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ ഒരു ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ചാപ്റ്റർ വൈസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ബയോളജി ടീച്ചർ എന്നുള്ള രീതിയിൽ എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ ഞാൻ എന്ത് ചെയ്തു, ആര്യയ്ക്ക് വിട്ടുകൊടുത്തു. ഇനി ഇവരായി, ഇവരുടെ പാടായി. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ആര്യ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ ഈ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കും അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങളായി, നിങ്ങളുടെ പാടായി. എന്താ ചോദിക്കാമെന്ന് വെച്ചാൽ ചോദിച്ചോ. ഒന്ന് പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് മോളൊന്ന് ചോദിച്ചോ. എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു കോമൺ ഡൗട്ടാണിത്. അത് നമ്മളിങ്ങനെ കുറേ ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, കുറേ ചെയ്ത് അവസാനം നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് മറന്നു പോയി, അയ്യോ ഇതെങ്ങനെ വന്നു, ബട്ട് ആ സമയത്ത് കിട്ടിയായിരുന്നു, ആ സമയത്ത് നമ്മൾ ആൻസറൊക്കെ മാർക്ക് ചെയ്തു, പക്ഷെ ഇപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ അതെന്തായിരിക്കും കാരണം? അതെങ്ങനെ ഓവർകം ചെയ്യുക? അപ്പോൾ അതെനിക്ക് തോന്നുന്നത് നമ്മൾ സ്വാഭാവികമാണ്. കാരണം നമുക്ക് തുടക്കത്തിൽ കുറേ ചാപ്റ്റേഴ്സ് അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ തുടക്കത്തിലെ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫോമുല ബുക്ക് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫോമുല റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുക. കാരണം ഫോമുല മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോമുല ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എക്സാം വരുമല്ലോ. ഇപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എക്സാംസിന് ഏത് ടോപ്പിക്സ് ആണോ ആ എക്സാമിനുള്ളത് ആ ടോപ്പിക്സ് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. പിന്നെ ഏറ്റവും അവസാനം, അതായത് ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ മാക്സിമം റിവിഷൻ തന്നെയാണ് അതിന് ഒരു നല്ല സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. എൻ്റെ പേര് ആൻമറിയ. എനിക്കിപ്പോൾ ചോദിക്കാനുള്ള, ഇപ്പം മോഡൽ ഇപ്പം ഞങ്ങൾക്ക് 25th തുടങ്ങുവാണ്. അപ്പം ഞാനാണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എല്ലാവരും ഇങ്ങനെ കാണുമ്പം എനിക്ക് ടെൻഷനാവുന്നു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ എങ്ങനെ പഠിച്ചു തീർക്കും, ഇതിപ്പം May 3 എന്താണ് ഒന്നും അറിയില്ല. അപ്പം ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് ഉള്ള ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാം വന്നപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ കാരണം എനിക്ക് തോന്നുന്നു അന്ന് അറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റിപ്പോയി. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ സെക്കൻഡ് എക്സാം തൊട്ട് പിന്നെ ഞാൻ കുറച്ച് കൂളായിട്ടാണ് എഴുതിയത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പിന്നെ മാർക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ടെൻഷൻ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും
പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ടെൻഷൻ തീരെ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ടെൻഷൻ തീരെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മിനിമം ലെവൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലെവലിൽ ടെൻഷൻ വേണം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ പഠിത്തത്തിന് ഒരിക്കലും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ പറയുള്ളൂ. അത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ തന്നെ ഉണ്ടാക്കാണ്ടിരിക്കുക. മാക്സിമം റിലാക്സ് ചെയ്തിട്ട് എല്ലാവരെയും കാണുമ്പം ഒന്ന് ചിരിച്ച് ഒക്കെ പോവുക. അല്ലാണ്ട് എക്സാം ഉണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് പ്ലസൻ്റ് ആക്കാൻ നോക്കുക. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, ഈ ഫിസിക്സിലൊക്കെ എല്ലാ ഫോർമുലാസും മെമ്മറൈസ് ചെയ്യുമ്പം ഒന്ന് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും, എല്ലാതും മെമ്മറൈസ് ചെയ്ത് തന്നെയാണ് പോയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ പറയും അവിടെ നിന്ന് ഡിറൈവ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് ഓർമ്മയൊന്നും നിൽക്കില്ല. അതൊക്കെ ശരിക്കും മെമ്മറൈസ് ചെയ്തിട്ടായിരുന്നോ അതോ ഡിറൈവ് ചെയ്തോ? എനിക്കറിയാം. അതായത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പം ഫോമുല നമ്മൾ മെക്കാനിക്കലി റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കരുത്. എന്താണ് ആ ഫോമുല എന്ന് അറിയാതെ, അത് എങ്ങനെ വന്നു എന്നറിയാതെ, അല്ലെങ്കിൽ അതിൽ ഓരോ ടേമും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നറിയാതെ വെറുതെ ഒരു ഫോമുല ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഡിറൈവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഫൈനൽ ഫോമിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മാക്സിമം ആ ഫോമുല എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഫോമുല ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി മാത്രമല്ല ഹെൽപ്പ് ചെയ്യുക. കാരണം ചിലപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ല എക്സാമിന് വരുന്നത്, ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഫോമുല എങ്ങനെയാണോ ഫോമുലയിലേക്ക് നമ്മൾ എങ്ങനെയാണോ എത്തിയത് ആ ഒരു പാത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാനൊരിക്കലും ഫോമുല മെക്കാനിക്കലി, ഞാൻ എപ്പോഴും ഫോമുല എപ്പം പഠിക്കുമ്പോഴും അത് ഡിറൈവ് ചെയ്തിട്ട് തന്നെയായിരുന്നു പഠിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിക്കാവുള്ളൂ. അപ്പോൾ വെറുതെ ഒരു ഫോമുല ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഫോമുല വന്നത് കറക്റ്റായിട്ടുള്ള ആ ട്രാക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ. കാരണം ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണ്, ഫിസിക്സ് ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ ഫിസിക്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് പൊതുവേ എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സ് ശരിക്കും നമ്മുടെ ഒരു അപ്രോച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ 3 സബ്ജക്ട്സിലേക്ക് വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് കാരണം തുടക്കത്തിലൊക്കെ ഞാൻ +1 സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിസിക്സ് കുറച്ച് ടഫായിരിക്കും എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഒരു 11th ഒക്കെ കഴിയാറായി 12th ഒക്കെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്സ് ആയി ഫിസിക്സ്. കാരണം നമ്മൾ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫിസിക്സിലുള്ളത്. നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, അതാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ എല്ലാം ശരിയാവും. ആൻമരിയ, എനിക്കൊരു കാര്യം എന്താണെന്നറിയോ പറയാൻ വന്നത്. ഞാൻ ആദ്യം ആൻമരിയ നമ്മുടെ ആര്യോട് ചോദിച്ച കാര്യം, എല്ലാവർക്കും ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്, നമ്മൾ കാണുമ്പോഴെല്ലാം ടെൻഷനാണെന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പം ഇവിടെ വന്നപ്പോൾ ഈ കോഴിക്കോട് സെൻറ്ററിൽ എത്രയോ കുട്ടികളുണ്ട്. ഒരു പക്ഷേ ആ ടെൻഷൻ ഇച്ചിരി കൂടിയിരുന്നതിൻ്റെ ഒരു ഉപകാരം ആര്യയെ കണ്ടപ്പോൾ ഏറ്റവും അടുത്ത് കൂടിയ ഗാങ് നിങ്ങളാണ്. ഒരു പക്ഷേ ടെൻഷൻ്റെ ഏറ്റവും മൂർധന്യതയിൽ നിൽക്കുന്നത് നിങ്ങളായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഗുണം ആലോചിച്ച് നോക്കടാ. അപ്പോൾ ആര്യമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊരു അവസരം കിട്ടിയില്ലേ. അപ്പോൾ ആര്യ പറഞ്ഞ പോലെ കുറച്ച് ടെൻഷൻ വേണം, പരീക്ഷയല്ലേ, ഇരിക്കട്ടെ. ഹായ്, എൻ്റെ പേര് അഫ ഫാത്തിമ. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, വേറെ ചാപ്റ്റേഴ്സൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചാപ്റ്റേഴ്സിലുള്ള ഫോമുലാസ് അല്ലെങ്കിൽ അവിടുത്തെ കോൺസെപ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഫോമുലാസ് മറന്നു പോകും. ഫോർ എക്സാമ്പിൾ റേ ഓപ്റ്റിക്സിൽ μ കോട്ടയോ അങ്ങനെ ഇപ്പോഴും ഞാൻ മറന്നു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് വേവ് ഓപ്റ്റിക്സിൽ വരുമ്പോൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ μ tan i അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് കോൺസെപ്ഷ്യലി ശരിക്കും പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പല ചാപ്റ്റേഴ്സും, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്ലബ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെന്താ സൊല്യൂഷൻ? അപ്പോൾ അതിന് എവിടെയാണ് ആ പ്രശ്നം വരുന്നത് എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെ കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് തന്നെയായിരിക്കും മെയിൻ പ്രശ്നം. അപ്പോൾ എനിക്കതാ തോന്നുന്നത്, കോൺസെപ്റ്റ് എവിടെയെങ്കിലും നമുക്ക് ചെറിയൊരു എന്താ പറയുക കൺസെപ്ഷൻ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതുകൊണ്ടായിരിക്കും ആ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം ആദ്യം ചെയ്യേണ്ടത്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ? ഡൗട്ട്സ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എപ്പോഴും പേടിയാണ്. എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ
അതെ ഒറ്റയ്ക്ക് പോകാൻ എന്തിനാ പേടിക്കുന്നത്? അല്ല അതോ എന്താ അറിയില്ല, ഞാൻ ചെറുപ്പം തൊട്ട് ഡൗട്ട്സ് ചോദിക്കുന്ന കുറവാണ്. ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ ഇമ്പ്രൂവ് ആയത്. പിന്നെ ആദ്യം കൂടെയുള്ളവരോടൊക്കെ ചോദിക്കും, ക്ലാസ്സിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ ചോദിക്കും. പിന്നെ കിട്ടിയില്ലെങ്കിൽ സാറിനോട് ചോദിക്കും. അപ്പോൾ കോൺസെപ്റ്റ് എവിടെയെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എവിടെയോ വെച്ച് സ്റ്റക്കായി പോയി, അപ്പോൾ അത് വെറുതെ അത് അവിടെ ലീവ് ചെയ്യരുത്. അപ്പോൾ അതിനത് പോയി ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ കോൺസെപ്റ്റ് എവിടെയെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ആക്കുക. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഫോർമുല 2 ചാപ്റ്റേഴ്സ് തമ്മിൽ വരുമ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് ചിലപ്പം ആ സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആവാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഫോർമുല നമ്മൾ ശരിക്കും റിവൈസ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോർമുല എടുത്ത് റിവൈസ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവമില്ലേ, വെറുതെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ആ ഫോർമുല എങ്ങനെയാണ് വന്നത്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ആ ഫോർമുലയിലെ ഓരോ ടേമും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഫോർമുലേനെ അതിൻ്റെ ആ ഒരു എസെൻസിൽ പഠിക്കണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അല്ല, അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ പേടിയാന്ന് പറയാനുള്ള കാരണം എന്താ? പ്രൊഫസേഴ്സിന് പേടിയായതുകൊണ്ടാണോ? അല്ല, പ്രൊഫസേഴ്സൊക്കെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉള്ളത്. അല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പം തൊട്ട് ഡൗട്ട്സ് ചോദിക്കുന്നത് കുറവായിരുന്നു. അത് ഞാൻ പഠിച്ച ഒരു എൻവയൺമെൻറ്റ് അങ്ങനെ ആയതുകൊണ്ടാകാം. ആ ഒരു അങ്ങനത്തെ എൻവയൺമെൻറ്റല്ല ഞാൻ പഠിച്ചത്. ഇനി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ആദ്യമൊക്കെ ആയിരുന്നു എനിക്ക് ആ ഒരു എന്താ പറയുക കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഡൗട്ട്സ് ചോദിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര പറഞ്ഞാൽ നല്ല മടിയായിരുന്നു. പിന്നെ എന്നെ കൂട്ടിയിട്ട് വേറെ കുട്ടികൾ പോകും പ്രൊഫസേഴ്സ് റൂമിലോട്ട്. പിന്നെ ഓക്കെ, ഇപ്പോൾ കുറേയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നാലും എനിക്കൊരു എങ്ങനെ ഞാൻ ചോദിക്കും, ഓരെന്തെങ്കിലും എന്നെ പറയുമോ സാറുമാരെ പറയുമ്പോൾ. ശരിക്കും ഞാനൊരു സത്യം പറയാം, എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഞാൻ കണ്ട എല്ലാ പ്രൊഫസേഴ്സും നമുക്ക് എന്ത് ചോദിച്ചാലും അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ റിപ്ലൈ തരുന്ന ആളുകളാണ് എല്ലാവരും. അപ്പം ഞാനും പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. സ്കൂളിൽ പഠിക്കുമ്പം പിന്നെ അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്കും സത്യം പറഞ്ഞ തുടക്കത്തിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക. പക്ഷേ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതായത് പൊട്ടത്തരായി പോവോ അങ്ങനെ ഒരു വിചാരമേ വേണ്ട. കാരണം നമ്മൾ ചോദിക്കുന്ന എന്ത് ചെറിയ ഡൗട്ടാണെങ്കിലും, എത്ര നിസ്സാരമായിട്ടുള്ള ഡൗട്ടാണെങ്കിലും അത് വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടുത്തെ എല്ലാ പ്രൊഫസേഴ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പം ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നതുകൊണ്ട് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലൈവായിട്ട് തന്നെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അപ്പോൾ എപ്പോൾ അയച്ചാലും പെട്ടെന്ന് റിപ്ലൈ വരും. അങ്ങനെ അതൊരു പ്രത്യേകതയായിരുന്നു ഇവിടെ. ഒരിക്കലും ഒരു ഡൗട്ടിന് പോലും എനിക്ക് റിപ്ലൈ കിട്ടാതായി പോയിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ ഇവിടുത്തെ പ്രൊഫസേഴ്സ് റെഡിയാണ്. അപ്പം നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം വരുന്നത്? നമുക്ക് തന്നെ നഷ്ടം വരിക. അപ്പോൾ അവർ എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പേടിയേ വേണ്ട. ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അഫയ്ക്ക് ആര്യോട് എന്തോ കൂടി പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കയറി പിടിച്ചത് എന്താ കാര്യം എന്ന് വെച്ചാൽ, പ്രൊഫസേഴ്സ് റൂമിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് പറയണം എന്ന് തോന്നി. മോനെ, അപ്പോൾ ഇപ്പോൾ ആരെയും പറഞ്ഞു, ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ പൊട്ടത്തരമാണോ ചോദിക്കുന്നതെന്നൊരു പേടിയായിരിക്കുമല്ലോ, അല്ലാതെ വേറൊരു പേടി ഉണ്ടോ? അതൊന്നുമില്ല. എന്തോ ഞങ്ങൾ ചോദിക്കുന്നത് ശരിയാണോ പൊട്ടത്തരമാണോ എന്നൊരു പേടിയാണ് മെജോറിറ്റി. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, പലപ്പോഴും ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആംഗിളിൽ ഞങ്ങളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഞങ്ങളത് കാണുന്നതും ആൻസർ പറയുന്നതും ഒക്കെ. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ വന്ന്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു സംശയം കൊണ്ടൊരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ വിദ്യാർത്ഥി നമ്മളെ സമീപിക്കുമ്പോഴാണ് യെസ് ഇതേ ആംഗിളിലും ചിന്തിച്ചുകൂടെ, വൈ വി കാൺ തിങ്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ശരിക്കും ഞങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നത്. ഇത് ക്വസ്റ്റ്യനിൽ പലപ്പോഴും മോഡൽ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് പോലും ഞങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോ ശരിയാണല്ലോ. അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പലപ്പോഴും ഒരു കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇടേണ്ടതെങ്കിൽ പോലും എവിടെയെങ്കിലും അവിടെ ഒരു മിസ്സിങ് വന്നാൽ ഒരു കുട്ടി ആ ഏതൊക്കെ ആംഗിളിൽ ചിന്തിക്കുന്നു മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഡൗട്ടുമായിട്ട് വരുമ്പോഴാണ്. സോ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അപ്പോൾ എന്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ പേടിക്കുകയല്ല വേണം, ഞങ്ങൾ പാവങ്ങളാണ്, പഞ്ചപാവങ്ങളാണ്. അപ്പോൾ ഇനി ബാക്കി ചോദിക്കാനുള്ള ചോദിച്ചോട്ടോ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എക്സാമിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് എന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്സിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും, അത് കഴിഞ്ഞ് കെമിസ്ട്രി പോകും, പിന്നെ ബയോളജി ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ 2-3 റൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ടാവും ആ എക്സാം ആ 3 മണിക്കൂറിൽ തന്നെ.
ചിലപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ. പക്ഷേ ഹോസ്റ്റലിൽ എത്തിക്കഴിയുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു സെൻറ്റൻസ് വായിച്ചാൽ അതിന് ആൻസറിലോട്ട് എത്തും. അപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. കാരണം ലെങ്തി ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, ആ ഒരു പേടി അങ്ങ് അവസാനിപ്പിക്കുക. ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ ആൻസർ എനിക്ക് കിട്ടും, ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ അപ്രോച്ച് ചെയ്താൽ മതി. അല്ലാണ്ട് അതിൻ്റെ വലുപ്പം കണ്ടിരിക്കലും പേടിക്കണ്ട. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ആരതി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഫിസിക്സിലെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മോഷൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ. അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ടീച്ചേഴ്സ് എല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു 3 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി ഇക്വൽ ടു യു പ്ലസ് എ ടി, അങ്ങനെയുള്ള ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും? അതിന് ശരിക്കും പറഞ്ഞതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണത്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്താ പറയുക, ഫോമുല റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മെത്തഡായിട്ട് വരുന്നത്. പിന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ആ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ അത് തന്നെ ആവും തോന്നുന്നു. അപ്പോൾ എവിടേക്കോ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ചിലപ്പം മിസ്സായി പോകുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൗട്ട്സ് ഒക്കെ മാക്സിമം ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് വരുമ്പം ഡൗട്ട്സ് ചോദിക്കുക. പിന്നെ ഒരു ഡൗട്ട് കൂടെ, ഇപ്പോൾ ഫിസിക്സിന് കുറേ പേര്, ഓരോ ആൾക്കാർ ഓരോ ബുക്കാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കിപ്പം ക്ലാസ്സിൽ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുന്നു, പിന്നെ ടീച്ചേഴ്സൊക്കെ വർക്ക് ബുക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു ബുക്ക് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വർക്ക് ബുക്കിൽ പിന്നെ കുറേ ക്വസ്റ്റ്യൻസും നമുക്ക് ചിലപ്പോൾ വീണ്ടും നമ്മൾ ഒരു തവണ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ചെയ്തതായിരിക്കും, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് വേറെ ബുക്ക് റെഫർ ചെയ്താൽ മതിയോ, അതോ നമ്മൾ ആദ്യമേ വേറൊരു ബുക്ക് റെഫർ ചെയ്യണോ? അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഏത് ബുക്കാണ് ചെയ്യേണ്ടത്? അങ്ങനെ ആദ്യം തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ബുക്ക് എടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും താഴോട്ട് പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെവൽ കൂട്ടി പോയാൽ മതി. ഇപ്പോൾ വർക്ക് ബുക്കിലാണെങ്കിൽ എല്ലാ ലെവലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവുമല്ലോ. ചിലത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലത് കുറച്ച് നല്ല ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഒന്ന് ലാസ്റ്റിലേക്ക് ചെയ്താൽ മതി. അത് ഒരിക്കലും ചെയ്യാതിരിക്കരുത്, അവസാനത്തേക്കാണെങ്കിലും അത് ചെയ്യണം. പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. അത് ആദ്യം നമ്മൾ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ വന്ന് നോക്കിയാൽ അപ്പോഴേക്കും ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആദിൽ. എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ മോഡൽ എക്സാംസ് ഞങ്ങൾക്ക് ഏകദേശം തുടങ്ങി. അപ്പം 25th 26th തൊട്ട് മോഡൽ എക്സാംസ് തുടങ്ങും. അപ്പം ഈ മോഡൽ എക്സാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ബുക്കിനെ ബേസ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് ഈ കിട്ടുന്ന ഗ്യാപ്പ് പോലെ ടൈം മാനേജ് ചെയ്തിട്ട് തിയറി വായിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതോ ഏതിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? ഫിസിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫോമുല റിവൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അത് വിട്ട് കളയാൻ പാടില്ല. ലാസ്റ്റ് മൊമെൻ്റ് വരെ, എക്സാം വരെ NCERT ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം. അത് നിർബന്ധമാണ് ബയോളജിക്കും കെമിസ്ട്രിക്കും. പക്ഷേ ഫിസിക്സിന് എന്ത് ചെയ്താൽ മതി, ഈ ഫോമുല റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പക്ഷേ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കും വായിക്കുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ആ ഒരു കറക്റ്റ് ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഒരു 3 hours സോൾവ് ചെയ്ത് തീർക്കാൻ നോക്കുക. ഫിസിക്സിൽ NCERTൻ്റെ പ്രാധാന്യം നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തായിരുന്നോ പ്രിപ്പറേഷൻ്റെ ടൈമിൽ? അപ്പോൾ നമ്മൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നീറ്റ് എക്സാമിൽ? ഫിസിക്സ് NCERT എന്ന് പറയുമ്പം അതിൻ്റെ ചാപ്റ്റർ എൻഡിലെ ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചത്. ചാപ്റ്റർ എൻഡിലെ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എന്താ പറയുക, അധികം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാരണം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര നീറ്റിൻ്റെ സിലബസിനെക്കാട്ടിലും കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ചെയ്താൽ നല്ലതാണ്, ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട. മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ സോൾവ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഒരുവിധം കംഫർട്ടബിൾ ആയല്ലോ അല്ലേ? ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. ഹാപ്പിയാണ്? ഒന്ന് ചിരിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ആര്യയ്ക്കും അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള പല ക്വസ്റ്റ്യനാണ് ഇപ്പം ആൻസർ ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഹാപ്പി ആയിരിക്കും അല്ലേ? നമുക്ക് ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കാം അല്ലേ? ഇവർക്കും ഈ കേൾക്കുന്നവർക്കും കേട്ടോ, പറഞ്ഞു. അപ്പോൾ 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെയും മാമിൻ്റെയും പിന്നെ ബ്രില്യൻറ്റ് ഫാമിലിൻ്റെയും ഓൾ ദി ബെസ്റ്റ്.
Brilliant Study Center, India's #1 coaching center for NEET and JEE.